ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ ഗൗതമിന് ആ മാരകമായ രോഗമെന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും കുറച്ച് സീരിയസ് തന്നെയാണ്. അപ്പോൾ എന്തോ ഒരു ബാക്ടീരിയയാണ് ശരീരത്തിൽ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടുമാറാത്ത പനിയൊക്കെ ഉണ്ടാകും, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ നന്ദ നേരെ ഓഫീസറിനെ കാണാൻ പോയി. എന്നിട്ട് വേറൊന്നുമല്ല ആവശ്യപ്പെടാൻ പോയത്, ഗൗതമിനെ എങ്ങനെയെങ്കിലും ആ ഒരു ട്രാൻസ്ഫറിൽ നിന്ന് പിന്തിരിപ്പിക്കണം. കാസർഗോഡിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസറും പറഞ്ഞു, ഇതൊരിക്കലും ഞങ്ങളാരും പ്രതീക്ഷിച്ച കാര്യമല്ല, ഇതിപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഞെട്ടലായിപ്പോയി. ഇങ്ങനെ ഒരു അസുഖം വെച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്താ പറയുക, ശരിയാകുന്ന നടപടിയല്ല. ഏതായാലും നന്ദ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് പരമാവധി പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ശ്രമിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ. പിന്നെ ഒരാൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരിക്കലും അത് റദ്ദാക്കാനൊന്നും കഴിയില്ല. അത് നന്ദയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും സാർ ഇതിലൊന്ന് ഇടപെടണം, എങ്ങനെയെങ്കിലും സാർ ഇതിൽ ഇടപെട്ട് എല്ലാം ഒന്ന് ശരിയാക്കണം. അറിയാലോ, ഫിസിക്കൽ കണ്ടീഷനും മെൻ്റലി ഒക്കെ ആയിട്ട് തകർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഒരിക്കലും അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ വന്നെന്നോ സാറിനെ കണ്ടെന്നോ ഒന്നും ഒരിക്കലും അദ്ദേഹം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നന്ദ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ കിട്ടിയ അവസരം പാഴാക്കാതെ അവിടെ ഒരാൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്, നമ്മുടെ പിങ്കി ആണെങ്കിൽ നന്ദ കാരണം തന്നെയാണ് ഇവിടുന്ന് പോകുന്നത്, നന്ദ ഒറ്റയൊരുത്തി കാരണമാണ് ഇവിടുന്ന് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ അർജുൻ പിങ്കിയുടെ അടുത്തേക്ക് കയറി ചെന്നിട്ട് പറയുന്നത്, അല്ല പിങ്കി, നീ പറയുന്നുണ്ടല്ലോ നന്ദ കാരണമാണ് ഇവിടുന്ന് ഗൗതമേട്ടൻ പോകാൻ കാരണമെന്ന്, പക്ഷെ അത് നീ കാരണമാണെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ടത് ഒന്ന് പതറിപ്പോയിട്ടോ. അപ്പം ഞാൻ കാരണം എന്തിന് ഗൗതം ഇവിടെ നിന്ന് പോകണം? ഞാനൊരിക്കലും ഗൗതമിനെ ഇവിടുന്ന് പോകാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഗൗതമിനോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ എന്താ, എനിക്ക് ഗൗതം ഇവിടെ ഉള്ളത് തന്നെയാണ് സന്തോഷം എന്ന് പറയുമ്പം അതെനിക്കറിയാം. നിനക്ക് ഗൗതമേട്ടൻ ഇവിടെ ഉള്ളത് തന്നെ ആയിരിക്കും സന്തോഷം. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ ജീവിതം സേഫ് ആകണമെന്നും എന്നെയും നിന്നെയും ഒരുമിപ്പിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് എൻ്റെ ഗൗതമേട്ടൻ. അതുകൊണ്ട് തന്നെ ഏട്ടൻ പോകുന്നത് മിക്കവാറും എനിക്കൊരു ശല്യമാകാതെ, എൻ്റെ ജീവിതത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ആകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഏട്ടൻ ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് പിങ്കിയോട്. ഏതായാലും പിങ്കി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ മുഖമുറയ്ക്ക് ഒന്നും നിന്നില്ല. പിങ്കി പറഞ്ഞത്, പിന്നെ അതൊന്നുമല്ല, ഒരിക്കലും അവർ തമ്മിൽ ഒത്തുചേരില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോഴത്തേക്കും ലക്ഷ്മി ചോദിച്ചു, അല്ല പിങ്കിയാണോ തീരുമാനിക്കുന്നത്, ഗൗതമും നന്ദയും ഒരുമിച്ച് ഒത്തുചേർന്ന് പോവില്ലെന്ന് പിങ്കിയാണോ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പം അമ്മായിക്ക് എത്ര കിട്ടിയാലും അമ്മായി പഠിക്കില്ല. കാരണം അമ്മായി എപ്പോഴും അമ്മായിയുടെ മരുമകളെ വെള്ള പൂശാൻ വേണ്ടിയല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അമ്മായിയോട് ഇനി പറയുന്നില്ല, ഞാൻ എത്ര പറഞ്ഞാലും അമ്മായി ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം നന്ദയെ എത്രത്തോളമാണ് ഗൗതമിനെ ദ്രോഹിക്കുന്നതെന്നും ഗൗതം സാറിനോട് പെരുമാറുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരൊരു മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെന്നും എനിക്കറിയാം. പിന്നെ കരാർ ബന്ധമല്ലേ, അത് ഇത്രയ്ക്ക് കാണത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ അർജുൻ വന്ന് പിങ്കിയോട് പറയുന്നുണ്ട്, നീ കരാറിനെ കുറിച്ചൊന്നും ഇപ്പോൾ നീ ഇവിടെ പറയണ്ട. കാരണം ഒരിക്കലും അവരുടെ ബന്ധം കരാർ ബന്ധമല്ല. എനിക്കറിയാം, ഏട്ടനെ നന്നായിട്ട് എനിക്കറിയാം. ഏട്ടൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇപ്പോൾ ഈ ലോകത്ത് നന്ദേനെ തന്നെയാണ്. അതും ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു ഭാര്യയാകാനുള്ള എല്ലാ ക്വാളിറ്റീസും നന്ദയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നന്ദ കാരണം ഇവിടെ നേട്ടം പോവില്ല, വേറെ ആരും കാരണം ഇവിടെ നേട്ടം പോകാതിരുന്നാൽ മതി എന്ന് അത്രയും പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ അങ്ങ് പോകുക കേട്ടോ ചെയ്യുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവിത്രയും പറയുന്നുണ്ട് കേട്ടോ. പവിത്ര അവിടെ ഇവിടെ നിൽക്കുന്ന കൂട്ടത്തിലാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് പവിത്രയും പറയാതെ ഇങ്ങനെ പറയുന്നുണ്ട്, അർജുനേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ, അർജുനേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പിങ്കി ഒരു നോട്ടൻ പവിത്രേനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. അപ്പം ഈ ഒരു ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് നന്ദ പോയത്.
അപ്പം ആദ്യമൊക്കെ ആ സാറ് വേണ്ട എതിർത്തു എങ്കിലും ഭാര്യ എന്ന നിലയിൽ ഭാര്യയുടെ എന്തോ ഒരു സൈൻ ഉണ്ടെങ്കിൽ, അതായത് ഭാര്യയുടെയും കൂടെ സമ്മതം വേണം, അങ്ങനെ ഒരു ട്രാൻസ്ഫർ വേണമെങ്കിൽ അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭാര്യ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം, ചിലപ്പോൾ നല്ല അങ്ങനെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിനോട് പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ ഇതും ചെയ്തു. ഏതായാലും ക്യാൻസലും ചെയ്തിട്ടാണ് നമ്മുടെ നന്ദ വീട്ടിലെത്തിയത്. ഏതായാലും നന്ദ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നന്ദ പറഞ്ഞു, അമ്മ ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ന് ലക്ഷ്മിയോട് പറഞ്ഞു. അമ്മ ഇനി പേടിക്കൊന്നും വേണ്ട, ഏതായാലും സാറ് ഇവിടുന്ന് പോകാനൊന്നും പോകുന്നില്ല, ഞാൻ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ലക്ഷ്മിക്ക് ആശ്വാസമായത്. അങ്ങനെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗൗതം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ക്യാൻസലായി, കാസർഗോഡിലേക്ക് താന് പോകാനിരുന്ന ആ ഒരു ട്രാൻസ്ഫർ ക്യാൻസലായി എന്ന് പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിലാണ് നമ്മുടെ ഗൗതം വീട്ടിലെത്തുന്നത്. വല്ലാത്തൊരു അവസ്ഥയിലായി പോകുകയാണ് കേട്ടോ അവിടെയുള്ള എല്ലാവരും. കാരണം നമ്മുടെ നന്ദേനെ അതും ഇതുമൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ നന്ദയോട് നീ ആരാടി എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ നീ എൻ്റെ ആരാടി എന്ന് ചോദിച്ചുകൊണ്ട് ഷൗട്ട് ചെയ്ത രീതിയിൽ വലിയ രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെ ഒരു സംസാരം നടക്കുന്നത്. അങ്ങനെ നമ്മുടെ പിങ്കി പറയുന്നുണ്ട്, നന്ദ പറയുന്നുണ്ട്, അത് സാർ ഞാൻ ക്യാൻസൽ ചെയ്ത് വേറൊന്നും കൊണ്ടോ അല്ലെന്ന് പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട, ഞാൻ അങ്ങനെ ഒരു ട്രാൻസ്ഫറിനെ ഞാൻ അപേക്ഷിച്ച് എനിക്ക് കിട്ടിയ ട്രാൻസ്ഫറാണ്, അതിന് നീ ക്യാൻസൽ ചെയ്ത നീ ആരാണ് എന്ന് ചോദിച്ച് അവിടെ വലിയ വിഷയമാക്കി തീർക്കുക. അങ്ങനെ നന്ദയോടെ നേരെ കൈ വിരൽ ചൂണ്ടി നീ എൻ്റെ ആരുമല്ല, അതുകൊണ്ട് തന്നെ നിനക്ക് എൻ്റെ ജീവിതത്തിലോ എൻ്റെ കാര്യങ്ങളിലോ ഇടപെടേണ്ട കാര്യം നിനക്കില്ല എന്ന് പറയുക. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ നന്ദ വിറച്ചു പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അർജുൻ നമ്മുടെ നന്ദേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏട്ടൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് പറയുമ്പോൾ, വേണ്ട നീ നിർത്ത, നീ കൂടുതൽ സംസാരിക്കേണ്ട, നീ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്, നീ ഇവിടെ ഇപ്പോഴല്ലേ കാണാൻ തുടങ്ങിയത്, നീ കൂടുതൽ സംസാരിക്കേണ്ട, ആരുടെയും വക്കാലത്തുമായിട്ട് ആരും എൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ല, എന്നോട് ചോദിക്കാതെ ഒരു കാര്യം എന്തിനു ചെയ്തു, എല്ലാവരും നിന്നെ തോന്നിവാസി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനാണ് നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നത്. പക്ഷേ നീ ഒരു തോന്നിവാസി തന്നെയാണ്, നിനക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ഈ വീടിൻ്റെ വെളിയിലായിക്കണം, അല്ലാതെ എൻ്റെ കൂടെ ജീവിക്കുമ്പം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും ഞാൻ പറയുന്ന കാര്യങ്ങളും നടന്നാൽ മതി. നിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഞാൻ നോക്കാറുണ്ടല്ലോ, അതുപോലെ എൻ്റെ അനിഷ്ടങ്ങളും ഇഷ്ടങ്ങളും നോക്കി ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ മതി. മര്യാദയ്ക്ക് എൻ്റെ ക്യാൻസൽ ചെയ്ത ട്രാൻസ്ഫർ അതെനിക്ക് കിട്ടിയിരിക്കണം എന്നിങ്ങനെ പറഞ്ഞു. പിങ്കി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഉണ്ടോ? പിങ്കി ആണെങ്കിൽ സത്യത്തിൽ ആർത്തുല്ലസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പവിത്രയും മോഹിനിയും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. ഇവരൊക്കെ ഭയങ്കര സന്തോഷമില്ല. കാരണം നമ്മുടെ പിങ്കിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരു അവസരം നോക്കിയിരുന്നതാണ്. അപ്പം ലക്ഷ്മി ഓടി വന്നിട്ട്, മോനെ നീ എന്താ മോനെ ഈ പറയുന്നത്, മോൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയട്ടെ, അല്ല മെഡിക്കൽ റിപ്പോർട്ട്, ആ മെഡിക്കൽ റിപ്പോർട്ട് ഗൗതം സാർ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. എന്ത് മെഡിക്കൽ റിപ്പോർട്ടാണെങ്കിലും ഗൗതം സാർ നിർത്ത്, ബാക്കി കാര്യം ഞാൻ സംസാരിക്കാം. ഗൗതം സാർ ഇപ്പം പറഞ്ഞല്ലോ, ഗൗതം സാറിൻ്റെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നിനും എനിക്കൊരു അവകാശവുമില്ലെന്ന്. പക്ഷേ ഇത്രയും നാൾ ഞാൻ ഗൗതം സാറിൻ്റെ കൂടെയാണ് ജീവിച്ചത്, ഒരു ഭാര്യ എന്നൊരു ലേബലെങ്കിലും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സാറിൻ്റെ ആരോഗ്യ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അതേത് രീതിയിലാണ്, അതേത് കണ്ടീഷനിലാണെന്ന് ഇപ്പം ആർക്കും അറിയുന്നതിനേക്കാൾ നന്നായിട്ട് അതെനിക്കറിയാം. അത് സാറ് മറച്ചു വെക്കാൻ ശ്രമിച്ചാലൊന്നും ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലക്ഷ്മി വന്നിട്ട്, മോളെ എന്താ മോളെ പറ്റിയത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, നന്ദ കൂടുന്നുണ്ട്, അതൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞപ്പം നമ്മുടെ നന്ദ പറഞ്ഞു, ഇത്രയും കാര്യം സാറിന് സംസാരിക്കാമായിരുന്നല്ലോ, എങ്കിൽ പിന്നെ എനിക്കും സംസാരിക്കാം. അങ്ങനെ ആ ഒരു രോഗവിവരം അറിയിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു രോഗവിവരം അവിടെയുള്ള എല്ലാവരും അറിയുകയാണ്. ഏതായാലും ഈ രോഗവിവരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പൊട്ടിത്തെറി ഉണ്ടാകും, ഒരു കരച്ചിലും കാർച്ചയും കൂട്ടക്കരച്ചിലൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് കേട്ടോ. പിങ്കിക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷമാണ്. അപ്പം പിങ്കിക്ക് മനസ്സിൽ ഏതായാലും നന്ദ ആരുമല്ല എന്നുള്ള ആ ഒരു വാക്കും പ്രയോഗമൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പിങ്കി അങ്ങോട്ട് ചെന്നിരുന്ന് സന്തോഷിക്കുമ്പോഴത്തേക്കും പവിത്രയും മോഹിനിയും വന്നിട്ട്, അല്ല പിങ്കി ചേച്ചിക്ക് വലിയ സന്തോഷമായെന്ന് തോന്നല്ലോ, അല്ല ഇത്രയും നാളും മുഖത്തില്ലാത്തൊരു സന്തോഷമാണല്ലോ, അർജുനേട്ടൻ വന്നപ്പോൾ പോലും പിങ്കി ചേച്ചിക്ക് ഈ സന്തോഷം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും, സന്തോഷിക്കേണ്ട സമയത്തിൽ സന്തോഷിക്കല്ലേ
ചെയ്യേണ്ടത് പവിത്രേ, അല്ലാതെ കരയാൻ പറ്റില്ലല്ലോ. എനിക്ക് സന്തോഷമായിന്ന് കൂട്ടിക്കോ. ഇനി എൻ്റെ ദിവസങ്ങൾ തന്നെയായിരിക്കും അങ്ങോട്ട്. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട്. ആ പ്രാർത്ഥനയ്ക്കുള്ള ഫലം അതെനിക്ക് കിട്ടാതിരിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി അങ്ങ് പോയി. പിങ്കി പോയി കഴിയുമ്പോൾ പവിത്ര പറഞ്ഞു, പിങ്കിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മയെന്ന് പറയുമ്പം, നിനക്ക് പിങ്കിയുടെ മനസ്സിലിരിപ്പ് നന്നായിട്ട് അറിയാം, എനിക്ക് അതിലും നന്നായിട്ട് അറിയാം. ഏതായാലും പിങ്കി ജയിക്കുമോ നന്ദ ജയിക്കുമോ, ആര് ജയിച്ചാലും നമുക്കൊരു വിഷയമില്ലല്ലോ. നമുക്കൊരു വിഷയമില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എന്തോ മനസ്സിന് ചെറിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പറ്റിയ അമ്മായിയമ്മയും മരുമോളും ആണല്ലോ. അപ്പം ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദ വലിയ വിഷമത്തിൽ തന്നെയാണ്. അർജുൻ വന്ന് നന്ദേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം നന്ദ പറയുന്നുണ്ട്, സാരമില്ല, ഞാനിതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ഇവിടെയൊക്കെ നിന്നത്. കാരണം എനിക്കറിയാം എനിക്ക് ഈ കുടുംബത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന്. കാരണം അതുപോലെയാണ് എന്നെ ഗൗതം സാർ ഇങ്ങോട്ട് വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. പിന്നെ എൻ്റെ മനസ്സ് എപ്പോഴോ എവിടെയൊക്കെയോ എന്തോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഏതായാലും ഇനി ഇത് മുമ്പിൽ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ, അതുപോലെ തന്നെയല്ലേ ഞാൻ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ഗൗതമേട്ടൻ ദേഷ്യം വന്നപ്പോൾ അങ്ങനെയൊക്കെ ഏട്ടൻ പറഞ്ഞതാ. ഏടത്തിന്നല്ല നന്ദ അതങ്ങ് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നന്ദയ്ക്ക് വല്ലാത്ത വിഷമം തന്നെയാണ്. നന്ദ ആ വീട് വിട്ട് ഇറങ്ങാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഏതായാലും അതൊന്നും നാളെ കാണിക്കുന്നില്ല. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം നാളെ രാവിലെ ഫുൾ എപ്പിസോഡുമായിട്ട് വരും. എല്ലാവരും മറക്കാതെ വരണേ. രാവിലെ ഒരു 7:30 ആകുമ്പോൾ ഞാൻ ഫുൾ എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ശുഭരാത്രിയൊക്കെ നേരുന്നു. പിന്നെ നമ്മുടെ പുതിയ ചാനൽ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടെ. ടാറ്റാ, ബൈ ബൈ.